നാം ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി സ്റ്റേജ് സെറ്റ് ചെയ്യാൻ തയ്യാറായാൽ, വേദി ഒരുക്കുവാൻ തയ്യാറായാൽ, കർത്താവ് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. അതിന് യാതൊരു സംശയവുമില്ല. ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിച്ചത്. ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അതിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതൊരു ചലഞ്ചായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് ചോദിക്കാം, കർത്താവ് എന്താണ് ഈ കാലത്ത് നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഈ കാലത്ത് നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ഏത് റോളാണ് ഞാൻ ചെയ്യേണ്ടത്? എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഹിതം വെളിപ്പെടുത്തണം. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് അവിടുത്തെ പ്രവൃത്തി നാം ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ജീവിത വിജയമെന്ന് പറയുന്നത്. മറ്റെന്തൊക്കെ നാം സ്വരുക്കൂട്ടിയാലും, മറ്റെന്തൊക്കെ എവിടെയൊക്കെ നാം ജയിച്ചാലും, ദൈവപദ്ധതി, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്, ആ വിളിയിലേക്ക് നാം കയറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും വിജയമാകുന്നത്. ഞാൻ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ചുരുക്കമായി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ വില്യം ബൂത്തിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. വില്യം ബൂത്ത്, സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ് വില്യം ബൂത്ത്. നമുക്കറിയാം, സാൽവേഷൻ ആർമി ഒരു കാലഘട്ടത്തിൽ ലോക സുവിശേഷീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ച ഒരു സമൂഹമാണ്. പെന്തിക്കോസ്റ്റൽ ഉണർവ് ഉണ്ടാകുന്നതിന് മുമ്പേ ഉപദേശ സത്യങ്ങൾ ഒന്നൊന്നായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ സുവിശേഷീകരണം, ഇവാഞ്ചലൈസേഷന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുറത്തു വന്ന ഒരു ഓർഗനൈസേഷനാണ് സാൽവേഷൻ ആർമി. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനം, ഒരു ഇടം നേടിയ ഓർഗനൈസേഷനാണ് സാൽവേഷൻ ആർമി. ഇന്ന് നാം അനുഭവിക്കുന്ന, ഇന്ന് നാം അറിഞ്ഞിരിക്കുന്ന വചന വെളിപ്പാടുകൾക്ക് ഒരു പക്ഷേ സാൽവേഷൻ ആർമിയുടെ ഡോക്ട്രിൻസ് നിരക്കുന്നതല്ലെങ്കിലും, ആ കാലത്ത് പെന്തക്കോസ്തൽ ഉണർവുണ്ടാകുന്നതിന് മുമ്പേ ഉള്ള തലമുറയിൽ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യകതയെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു കൂട്ടായ്മയാണ് സാൽവേഷൻ ആർമി. ഒരു സൈന്യത്തിൻ്റെ അച്ചടക്കത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് വില്യം ബൂത്ത് കണ്ട സ്വപ്നം, കണ്ട ദർശനം. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു പ്രേരണ നൽകി, വില്യം ബൂത്തിനെ കുറിച്ച് പറയണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവ് നൽകിയൊരു നിയോഗമായതുകൊണ്ട്. വില്യം ബൂത്ത് പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻസ് ഒത്തിരിയുണ്ട്. വില്യം ബൂത്തിനെ കോട്ട് ചെയ്യുന്ന ഒത്തിരി പ്രസിദ്ധമാകുന്ന വാചകങ്ങളുണ്ട്. അതിനകത്തൊരു വാചകമാണ്, എന്നെ വിളിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇഫ് യു സേ ദാറ്റ് ഐ ആം നോട്ട് കോൾഡ്, നിങ്ങൾ പറയുകയാണ് എനിക്ക് വിളിയില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ, പക്ഷേ എന്നെ ഒന്നും കർത്താവ് വിളിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, വില്യം ബൂത്ത് പറയുന്നത് വിളിച്ചിട്ടില്ല എന്നല്ല പറയേണ്ടത്, വിളി ഞാൻ കേട്ടിട്ടില്ല എന്നാണ് പറയേണ്ടത്. നമ്മെല്ലാം കർത്താവ് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. നമ്മെക്കുറിച്ചുള്ള ഒരു പർപ്പസുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി നമുക്കതൊന്ന് എക്സാമിൻ ചെയ്യാം. കർത്താവേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പർപ്പസ് എന്താണെന്ന് തിരിച്ചറിവാനിടയായിത്തീരണം. അതെന്നോടൊന്ന് സംസാരിക്കണം. നിൻ്റെ പദ്ധതി ഈ കാലഘട്ടത്തിൽ ഇതിനായിട്ടല്ലോ നിന്നെ എൻ്റെ സന്നിധിയിൽ വിളിച്ചിരിക്കുന്നത്, എൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നത്.
ഈ സമയത്തേക്കല്ലോ നീ രാജസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. എത്ര വചനങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഇതിനായിട്ടല്ലോ, ഈ സമയത്തേക്കല്ലോ. റോമാലേഖനം 9-ാം അധ്യായത്തിലാണ് പറയുന്നത്, ഇതിനായിട്ടല്ലോ നിന്നെ എൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി വെളിപ്പെടുവാനും സകല ഭൂമിയിലും എൻ്റെ നാമം പ്രസ്താവിക്കേണ്ടതിനും അത്രേ. നിന്നിൽ എൻ്റെ ശക്തി വെളിപ്പെടുവാൻ ഒരു ദൂത് പോലെ ഇന്ന് രാത്രി ഒന്ന് സ്വീകരിച്ചാട്ടെ. ഒരുപക്ഷെ ഈ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആരോടൊക്കെയോ ഏതൊക്കെയോ കാലഘട്ടത്തിൽ ഡിസ്കണക്റ്റ് ആയിപ്പോയി. എന്താ പറ്റി പറഞ്ഞേ? ഇപ്പം ആരുമല്ലോ, ഇപ്പോൾ ആരുമല്ലോ. ഓഫായി പോയായിരുന്നോ? ഇല്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എന്തോ വേഗത്തിൽ ഡിസ്കണക്റ്റ് ആയി പോകാനിടയായി തീർന്നു. എല്ലാവർക്കും കേൾക്കാമല്ലോ എന്നെ അല്ലേ? ശബ്ദമൊക്കെയാണ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഇതിനായിട്ടല്ലോ നിന്നെ എൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരോട് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ട ഒരു വചനമായിരിക്കാം. ഇതിനായിട്ടല്ലോ നിന്നെ എൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ സകല ഭൂമിയിലും എൻ്റെ നാമം പ്രസ്താവിക്കേണ്ടതിനും അത്രേ. ആ 9-ാം അധ്യായത്തിൽ, റോമാലേഖനം 9-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ശാരീരികമായി ശരീരപ്രകാരം ജനിച്ചവനല്ല അബ്രഹാമിൻ്റെ സന്തതി എന്ന് വരേണ്ടതിന് വാഗ്ദത്തപ്രകാരം ജനിച്ചൊന്നുണ്ട്. ശരീരപ്രകാരം ജനിച്ചവനല്ല, വാഗ്ദത്തപ്രകാരം ജനിച്ചവൻ. ഇസ്മായിലിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഇസ്മായിൽ ശരീരപ്രകാരം ജനിച്ചവൻ, എന്നാൽ ഇസ്ഹാക്ക് വാഗ്ദത്തപ്രകാരം ജനിച്ചവൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏശാവിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും പറഞ്ഞു. ഇച്ഛിച്ചത് കൊണ്ടല്ല, പ്രവർത്തിച്ചത് കൊണ്ടല്ല. ഇച്ഛിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ്, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഗ്രഹിച്ചത് കൊണ്ടല്ല. കർത്താവ് എന്നെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടല്ല. അങ്ങനെ കർത്താവ് വിളിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും യോഗ്യതയുള്ള പ്രവൃത്തി ചെയ്തത് കൊണ്ടുമല്ല. ശിശു നന്മയുള്ളവനോ തിന്മയുള്ളവനോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തീരുമാനം, യാക്കോബിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക. എന്തിനു തിരഞ്ഞെടുത്തിരിക്കുക? എൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ. ഞാൻ അങ്ങനെയാണ് ആ വചനം പഠിക്കുന്നത്. ചിലരോട് നോക്കി പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക, നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുക. വിളിയില്ലെന്ന് പറയരുത്. വിളി ഞാൻ കേട്ടില്ല, വിളി എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, വിളി എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ഒന്ന് കാതോർക്കുകയാണെങ്കിൽ, ആ വിളി നിങ്ങൾക്ക് കേൾക്കുവാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ കാതോർക്കണം. എല്ലാ ദിവസവും രാവിലെ കാതോർക്കണം. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഇന്നത്തെ ദിവസം എന്താണ് എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്ന് എന്ത് മിഷൻ, എന്ത് ടാസ്ക്കാണ് നീ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്? ചോദിക്കണം. കർത്താവ് സംസാരിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമില്ലേ, അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹമില്ലേ വേദനയിലൂടെ പോകുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന്? നമ്മുടെ വാക്കുകൾ
മറ്റുള്ളവർക്ക് ആശ്വാസമാകത്തക്കവണ്ണം ഒരു ശിഷ്യൻ്റെ നാവ് വേണമെന്ന്. ടങ് ഓഫ് എ ഡിസൈപ്പിൾ. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? ശിഷ്യൻ്റെ നാവ്, ദയുള്ള നാവെന്നാണോ അർത്ഥം? ശിഷ്യൻ്റെ നാവ് ആശ്വാസം കൊടുക്കുന്ന നാവാണെന്നോ? അല്ല, അതിനൊരർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. അതിൻ്റെ താഴത്തെ വാക്യങ്ങൾ മുകളിലത്തെ വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചു നോക്കിയാൽ, ആ കാലഘട്ടത്തിലെ പശ്ചാത്തലവുമായിട്ട് ചേർത്ത് പഠിച്ചു നോക്കിയാൽ അതിനൊരർത്ഥമുണ്ട്. അർത്ഥം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ശിഷ്യൻ, ഡിസൈപ്പിൾ. ഡിസൈപ്പിളിൻ്റെ നാവ് ആശ്വാസം നൽകുന്ന നാവ്. പക്ഷെ ആശ്വാസം നൽകുന്ന വാക്ക് നാക്കിൽ വരണമെങ്കിൽ അവിടെ പറയുന്നു, അവൻ അധികാലത്ത് എൻ്റെ കാതുകളെ അവൻ്റെ ശബ്ദത്തിനായി തുറക്കുന്നു. അവിടെയാ മർമ്മം. ശിഷ്യൻ്റെ നാവല്ല, ശിഷ്യൻ നാക്കിലൂടെ പറഞ്ഞ വചനമാണ് ക്ഷീണിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നത്. പക്ഷെ ആ വചനം എവിടുന്നാ കേട്ടത്? ആദികാലത്ത്, ഏർലി മോർണിംഗ് ഒരു ദൈവശബ്ദം കേൾക്കുന്നു. ഏർലി മോർണിംഗ് കേട്ട ദൈവശബ്ദമാണ് അന്ന് മുഴുവൻ ആ നാക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് മുഴുവൻ ആ നാക്ക് ആളുകളോട് സംസാരിച്ചപ്പോൾ രാവിലെ പറഞ്ഞ ദൈവശബ്ദം അവൻ വിളിച്ചു പറയുക. അത് അനേകർക്ക് അനുഗ്രഹമാകുക, അനേകർക്ക് ആശ്വാസമാകുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ കേൾക്കുന്നുണ്ട്? ശിഷ്യൻ്റെ നാവ്. ശിഷ്യൻ്റെ നാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശിഷ്യനുണ്ടെങ്കിൽ ഒരു ഗുരുവുണ്ട്, അല്ലേ? ഒരു ഗുരുവുണ്ട്. ഗുരു പറഞ്ഞത് കേട്ടതാണ് ശിഷ്യൻ വിളിച്ചു പറയുന്നത്. ഗുരു പറഞ്ഞത് എന്താണോ ശിഷ്യൻ കേട്ടത്, അതാണ് ശിഷ്യൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന അധികാലത്ത് എൻ്റെ കാതുകളെ അവൻ തുറക്കുന്നു. അപ്പോൾ പറയുകയല്ല ആദ്യം ചെയ്യുന്നത്, കേൾക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ, കർത്താവെ എൻ്റെ നാവിനെ ഒന്ന് ഉപയോഗിക്കണമെന്ന്? കർത്താവിന് സംസാരിപ്പാൻ ഒരു നാവ് വേണം. തകർന്നിരിക്കുന്ന അനേക വ്യക്തികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ. നിങ്ങളുടെ അയൽവക്കത്തുകാരൻ വലിയ തകർച്ചയിലൂടെ പോകുക കേട്ടോ. ഹല്ലേലൂയ. അവനെ ആ തകർച്ചയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഒരു വാക്കുകൊണ്ട് അവനെ ബലപ്പെടുത്തുവാൻ, അവനെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് ഒരു നാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും കർത്താവിന് അങ്ങനെ ഒരു നാവ് കിട്ടാറില്ല. അതാ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. ആവർത്തന വിരസത ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല ആവർത്തിച്ച്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ നിന്നപ്പോൾ ആ മനുഷ്യനോട് സംസാരിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു ഭ്രാന്തനെയാണ്. എന്തുകൊണ്ട് ഭ്രാന്തനെ ഉപയോഗിച്ചു? ഒത്തിരി പാസ്റ്റർമാരോട് പോയി ദൈവം സംസാരിച്ചടാ, ഇന്നടത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ നിൽപ്പുണ്ട്. പക്ഷെ അവർ കേട്ടില്ല. കേൾക്കാഞ്ഞതിന് കാരണം അവർക്ക് ഒരു ശിഷ്യൻ്റെ ചെവിയില്ലായിരുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ശിഷ്യൻ്റെ നാക്കുണ്ടാകണമെങ്കിൽ ശിഷ്യൻ്റെ ചെവി ഉണ്ടാകണം. കേൾക്കാൻ തയ്യാറായിട്ടുള്ളൊരു ചെവി. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എത്ര പേർ പറയും, കർത്താവേ എനിക്ക് ശിഷ്യൻ്റെ നാക്കല്ല വേണ്ടത്, ശിഷ്യൻ്റെ ചെവിയാണ് വേണ്ടത്. ശിഷ്യൻ്റെ നാക്കും ശിഷ്യൻ്റെ സമർപ്പണമുണ്ട്, ശിഷ്യൻ്റെ ചെവിയും ശിഷ്യൻ്റെ സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങളുടെ നാക്ക് ശിഷ്യൻ്റെ നാക്കായി മാറും. ഹല്ലേലൂയ. നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു ദേവദാസൻ, ഹല്ലേലൂയ, അദ്ദേഹം പറഞ്ഞ അനുഭവം എന്ന് പറഞ്ഞാൽ, താങ്ക് യു ജീസസ്, അദ്ദേഹം നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആളാണ്. അദ്ദേഹം വിശ്വാസത്തിൽ വന്ന് കുറച്ച് സമയങ്ങൾക്കകം കൂട്ടു സഹോദരന്മാരുടേതാകുന്ന പ്രത്യേക ചില ഇടപെടലുകൾ കൊണ്ട് ഹൃദയത്തിൽ ക്ഷീണിച്ച് വിശ്വാസമൊക്കെ കളഞ്ഞ് ഇതാണോ ക്രിസ്തീയ മാർഗമെന്ന് ചിന്തിച്ച് പിന്മാറിപ്പോയി. ഇനി ഇതിനൊന്നും ഇല്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു സഹോദരിയുടെ വീട്ടിലെവിടെയോ പോയി. വിശ്വാസിയല്ല കേട്ടോ, വിശ്വാസിയല്ല.
പഴയ ആചാരാനുഷ്ഠാനങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. എല്ലാം പിന്മാറിപ്പോയ ആളാ. ആ വീട്ടിൽ ചെന്നപ്പം ആ സഹോദരി പറയുക, എടാ ഞാൻ കേട്ടു നീ ഇപ്പോൾ ഒരു പുതിയ വിശ്വാസത്തിലൊക്കെയാണെന്ന്. ആ സഹോദരി പറയുക, എടാ ഞാൻ കേട്ടു നീ ഇപ്പം പുതിയ വിശ്വാസത്തിലൊക്കെയാണെന്ന്. എടാ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ഒരു വഴിക്കിറങ്ങിയാൽ അതിനപ്പുറം എന്താണെന്ന് അറിഞ്ഞിട്ടേ തിരിച്ചു വരാവുള്ളൂ. നമ്മുടെ നാട്ടിൽ പടത്തിൽ നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം. അപ്പം ഈ സഹോദരി പറയുക, നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ പകുതി വഴിക്ക് ഇട്ടിട്ട് പോകല്ല്, ഇതിനപ്പുറം കണ്ടിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ. ഈ മനുഷ്യനൊന്നും മിണ്ടിയില്ല. ആ മനുഷ്യൻ ഹൃദയത്തിൽ പറഞ്ഞു, ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയല്ല പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവ് പറയുന്നത്. ആരിലൂടെ? അഭിഷേകം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവവൈതലിലൂടെ അല്ല. പിന്നെ ആരിലൂടെയാ? ഒരു കഴുതയിലൂടെ. ബിലിയാമിൻ്റെ കഴുത എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ബിലിയാമിൻ്റെ കഴുതയിലൂടെ കർത്താവ് സംസാരിക്കുക. ഒരു പ്രാവശ്യം സംസാരിച്ചുള്ളൂ. കാരണം ഒത്തിരി മിടുക്കന്മാർ പ്രവാചകന്മാരുടെ നാക്കിനെ കർത്താവിന് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? നമ്മൾ നാക്കൊണ്ട് പറയാൻ റെഡിയാ, പക്ഷെ നമ്മൾ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ തിരക്കുള്ളവരായിരുന്നു. നമ്മുടെ തിരക്ക്, നമുക്ക് രാവിലെ കർത്താവെ അരുളി ചെയ്യണം, അടിയൻ കേൾക്കാം എന്ന് നിങ്ങൾക്കറിയാമോ? ശമൂവേലിന്റെ പുസ്തകത്തിലൊരു വാക്യമാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. 9-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ശൗല് വരുന്നതിൻ്റെ തലേ ദിവസം, താങ്ക് യു ജീസസ്, ശൗല് വരുന്നതിൻ്റെ തലേ ദിവസം യഹോവ ശമൂവേലിൻ്റെ ചെവിയെ തുറന്നു എന്നൊരു വചനമുണ്ട്. മലയാളത്തിൽ വായിച്ചാൽ അത്ര ഇത് മനസ്സിലാകത്തില്ല. എന്നാൽ ചില ട്രാൻസ്ലേഷൻസ് വായിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങനെയാണ് ആ വചനം കേട്ടോ. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ആർക്കെങ്കിലും ആ വാക്യം കിട്ടിയോ? ശൗല് വരുന്നതിൻ്റെ തലേ ദിവസം 15-ാം വാക്യമല്ലേ? അത് തന്നെ. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ, ഈ വാക്യം കണ്ടോ? എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നമ്മുടെ മുമ്പിൽ ആള് വന്നിട്ടല്ല ദൂത് വെളിപ്പെടുത്തുന്നത്, തലേ ദിവസമേ വെളിപ്പെടുത്തുകയാണ്. നാളെ ഇന്നാര് വരും, നീ അവനോട് എന്ത് പറയണം, ഇന്ന് കേട്ടെങ്കിലേ നാളെ പറയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ഇന്ന് രാത്രി കാലം പറയുക, നേരത്തെ പ്രാപിച്ചോണം. അധികാലത്തെ കാത് തുറക്കണം. കർത്താവെ അരുളി ചെയ്യണം ഇന്നത്തേക്കുള്ള ദൂത്. ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളോട്, എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും ഒരു വചനം ദൈവം തരും. ആ വചനമാണ് അന്നത്തെ ദിവസം മുഴുവൻ നിയന്ത്രിക്കുന്നത്. ആ വചനം പല പ്രാവശ്യം പലരോട് പറയാൻ ദൈവം സാഹചര്യം ഒരുക്കും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകും, രാവിലെ ഈ വാക്യം തന്നത് ഇയാൾക്ക് വേണ്ടിയാ. ജീവിതത്തിലെ അനുഭവം. ഞാൻ ഇന്ന് രാവിലെ എടുത്ത ഒരു വചനമാണ്. ഹല്ലേലൂയ. വാഗ്ദത്തപ്രകാരം ജനിച്ചവൻ. ശരീരത്തിൽ ജനിച്ചവനുണ്ട്, വാഗ്ദത്തത്തിൽ ജനിച്ചവനുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൽ ജനിച്ചവനുണ്ട്. താങ്ക് യു ജീസസ്. ശരീരത്തിൽ ജനിച്ചവനുണ്ട്, വാഗ്ദത്തത്തിൽ ജനിച്ചവനുണ്ട്. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുക, അഭിഷക്തനോട് ദൂത് പറയുക കേട്ടോ. വാഗ്ദത്തത്തിൽ ജനിച്ചത് ചിലതുണ്ട്. വാഗ്ദത്തത്തിൽ ജനിച്ചത് ഇനിയും ജനിക്കാൻ പോകുക. അബ്രഹാമിന്റെ വിശ്വാസം ചിലതിനെ ജനിപ്പിച്ചു. ആത്മാവിൽ, ഞാൻ ഇന്ന് ബർത്ത്ഡേ ഒക്കെ അല്ലേ പാസ്റ്റർ, ഈ ദൂത് റിസീവ് ചെയ്തു. ആത്മാവിൽ വിശ്വാസത്താൽ ചിലതിനെ അബ്രഹാം ജനിപ്പിച്ചു. വിശ്വാസത്തിന് ജനിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. വിശ്വാസ മക്കളെ ജനിപ്പിക്കാൻ, ഇനിയും ജനിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. രണ്ടാമത് ദൈവാത്മാവ് പറയുന്നു, വാഗ്ദത്തത്തിന്, പ്രൊമീസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഇല്ലാത്തതിനെ ഉളവാക്കാനുള്ള ശക്തിയുണ്ട്. വാഗ്ദത്തത്തിന്
ഇല്ലാത്തതിനെ ജനിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസമാണോ ഇല്ലാത്ത ഇസ്ഹാക്കിനെ ജനിപ്പിച്ചത്, അതോ അബ്രഹാമിന്റെ വാഗ്ദത്തമാണോ? ഹല്ലേലൂയ. വിശ്വാസത്തിന് ഇല്ലാത്തതിനെ ജനിപ്പിക്കാൻ പറ്റും, വാഗ്ദത്തത്തിന് ഇല്ലാത്തതിനെ ജനിപ്പിക്കാൻ പറ്റും. ഞാനിങ്ങനെ തിരിച്ചു വരികയാണ്. ഇന്ന് രാവിലെ എൻ്റെ ചെവി കേട്ടതാ കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി അതേ ദൂത് പറയാൻ ദൈവാത്മാവിനെ നിയോഗിക്കുന്നു. താങ്ക് യു ജീസസ്. എൻ്റെ ജീവിതാനുഭവം രാവിലെ കേൾക്കുന്നത് അന്ന് പലരോട് പറയും, ബ്രദറെ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. രാവിലെ ഞാനിത് കേട്ടായിരുന്നു. ശമൂവേൽ രാവിലെയല്ല കേട്ടത്, തലേ ദിവസമേ കേട്ടു. ഈ ശമൂവേലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന് മറ്റു പലരും കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. മറ്റു പലരും കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ പറ്റും. ഏലി അവൻ കിടക്കുന്നതിന് കുറച്ചുകൂടെ അടുത്ത പെട്ടകത്തോട് കിടന്നതല്ലേ, അങ്ങനെ ആ ചരിത്രം പറയുന്നത് കേട്ടോ. ഏലി കിടന്നത് കുറച്ചുകൂടെ പെട്ടകത്തോട് അടുത്താണെന്നേ. അതിനും വെളിയിലാ ശമൂവേൽ കിടന്നത്. പക്ഷേ പെട്ടകത്തിൽ നിന്ന് ഒരു സന്ദേശം ഇങ്ങനെ വെളിയിലേക്ക് വന്നപ്പോൾ ആ വിളി, ശമൂവേലേ എന്ന വിളി, ഏലിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ മറികടന്ന് ശമൂവേലിലേക്ക് ചെന്നു. കേൾക്കാൻ പറ്റിയില്ല ഏലിക്ക്, പക്ഷെ ശമൂവേലിന് കേൾക്കാൻ പറ്റി. ശമൂവേലിൻ്റെ പ്രത്യേകത തന്നെ. പ്രാർത്ഥിച്ചാട്ട് കാതുകൾ തുറക്കട്ടെ. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥന 2-ാം ദിവസം നിങ്ങളുടെ കാതുകൾ തുറക്കട്ടെ. ചിലത് കേൾക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയോഗിക്കട്ടെ. ആരും കേൾക്കാത്ത ചിലത് ഇത് വേദപുസ്തകത്തിൽ നിന്ന് തെളിയിച്ചു തരാം ഞാൻ. ഈ 1 ശമൂവേൽ 15-ാം അധ്യായത്തിലെ ശൗല് അമാലിക്യരുമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. വലിയ സന്തോഷം. ഞാൻ ചെയ്തതെല്ലാം അപ്പടി അതുപോലെ ചെയ്തെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പോൾ ശമൂവേൽ ഇങ്ങോട്ട് കയറി വന്നു, യുദ്ധം ജയിച്ചു വന്ന് രാജാവിനെ കാണാൻ അനുഗ്രഹിക്കാൻ വന്നതാ. അപ്പം ശമൂവേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ കേൾക്കുന്നത് എന്താ? ആര് കേട്ടു? എന്തോ കേട്ടു? ആര് കേട്ടു? നിങ്ങൾക്കറിയാമോ? ശമൂവേൽ അങ്ങനെ ഒരു പ്രവാചകനാ. ആരും കേൾക്കാത്ത മുക്രായും അവൻ കേൾക്കും. ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലും അവൻ്റെ കാതിലെത്തുന്ന ഒരു അനോയിൻറ്റിങ് ആത്മാവിൽ പറഞ്ഞിട്ട് കർത്താവ് ഇത് എനിക്ക് തരാൻ പോവുക. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നെ ഒരു പ്രത്യേക മേഖലയിലേക്ക് നിയോഗിക്കുന്നു. നിന്റെ അധിപതിയെക്കുറിച്ച്, രാജാവിനെക്കുറിച്ച് നീ ദൂഷണം പറയരുത്. കിളികൾ അവനോട് വന്ന് പറയുമെന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നത് അല്ലേ? പക്ഷി അവനോട് വന്ന് പറയുന്ന. ഹല്ലേലൂയ. നിന്റെ അധിപതിക്ക് ഒരു അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്നു. അഭിഷക്തന്മാരെ, നിങ്ങൾ എത്ര പേർ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, നിങ്ങളിൽ ആ അനോയിൻറ്റിങ് ഉണ്ടാകണം. സഭാമണ്ഡലത്തിൽ, ഹല്ലേലൂയ, ശുശ്രൂഷാ മണ്ഡലത്തിൽ അത് ശത്രു മറച്ചതാണെങ്കിലും പാപം ചെയ്തിട്ട് മറച്ചു വെച്ചതാണെങ്കിലും അത് പൊങ്ങി വരത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകം ചോദിച്ചു വാങ്ങിച്ചോ, കേൾക്കണം എനിക്കത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 ഇത് ആർക്കുണ്ട്? ശമൂവേലിനുണ്ട് കേൾക്കാനുള്ള കഴിവ്. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്താ? ഹല്ലേലൂയ. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നാളെ ഇന്നത്തേക്ക് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. ഓ മൈ ഗോഡ്. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ഒരു ദിവസം മുമ്പേ പറയുക. ഹല്ലേലൂയ. ശൗൽ വന്നു കഴിഞ്ഞപ്പോഴല്ല ദൂത് വെളിപ്പെടുന്നത്, തലേദിവസമേ. ഈ വാക്യം ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ലോർഡ് ഓർ ഗോഡ് അൺകവേർഡ് ശമൂവേൽസ് ഇയർ എന്നാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ ട്രാൻസ്ലേഷൻ. God uncovered Samuel's ear. ദൈവം ശമൂവേലിന്റെ ചെവിയെ തുറന്നു. ഹല്ലേലൂയ. ദൈവം ശമൂവേലിന്റെ ചെവിയെ തുറന്നു. നിങ്ങൾ വിളി കേൾക്കുന്നുണ്ടോ? ഇന്ന് വില്യം ബൂത്ത് പറഞ്ഞതുപോലെ വിളിക്കുന്നില്ലെന്നല്ല, വിളി കേൾക്കുന്നില്ലെന്ന് പറ, കാതടഞ്ഞിരിക്കുകയാണെന്ന് പറ. ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഞാൻ ജർമ്മനിയിൽ, ഞാൻ യൂറോപ്പിൽ, ഹല്ലേലൂയ, ഞാൻ അമേരിക്കയിൽ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല.
അതാ സത്യം, അതാണ് സത്യം. ദൈവത്തിനൊരു നാക്ക് വേണം സംസാരിക്കാൻ. ദൈവത്തിനൊരു നാക്ക് കിട്ടാത്തത് കൊണ്ട് അവിശ്വാസിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ദൈവത്തിനൊരു നാക്ക് കിട്ടാത്തത് കൊണ്ടാണ് ബിലിയാമിൻ്റെ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ദൈവം തന്നെ നാവായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നാവ് ആകണമെങ്കിൽ ആദ്യം ശിഷ്യൻ്റെ കാതുണ്ടാകണം, കേൾക്കാൻ തയ്യാറാകണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം ശമൂവേലിൻ്റെ ചെവിയെ തുറന്നു. God uncovered Samuel's ear. ഹല്ലേലൂയ. ഞാനത് ആ വാക്യം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അൺകവർ ചെയ്യുക. ആമേൻ, ആമേൻ. അൺകവർ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അപ്പം നമ്മളിങ്ങനെ നമ്മുടെ സഹോദരിമാരൊക്കെ ഷാൾ ഇങ്ങനെ ഇട്ട് ഇരിക്കത്തില്ലേ? ഇതുപോലെ നമ്മളൊരു ഷാളിട്ട് ഇങ്ങനെ ചെവി മറച്ചിരിക്കാതെ ഇരിക്കുക. ഇപ്പം എനിക്ക് ഇങ്ങനെ ചെവി മറച്ചിരിക്കുന്ന ഒരു ദൈവദാസനോട് പോയി ഒരു ദൂത് പറയണം. എക്സാമ്പിൾ പറയുക കേട്ടോ. ഞാൻ ആദ്യം ചെയ്തിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ആദ്യം ചെയ്തിട്ട് ഈ കവർ ഇങ്ങോട്ട് മാറ്റുമല്ലേ അന്നോ, എന്നിട്ട് ചെവിക്കകത്തോട്ട് പറയുമല്ലേ? ശരിയല്ലേ? എനിക്ക് ഈ വചനം വായിച്ചപ്പോൾ മനസ്സിലായ പ്രിൻസിപ്പിൾ അതാണ്. ദൈവത്തിന് ശമൂവേലിനോട് ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കണം. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് നിന്റെ ചെവി വന്ന് പറയണം. ഹല്ലേലൂയ. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന് വൈകിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന് പ്രഭാതത്തിൽ നീ ഉണർന്നു വരുമ്പോൾ നിന്റെ ചെവിക്കകത്ത് ദൈവത്തിനൊന്ന് പറയണമെന്ന്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് സ്വീകരിച്ചാട്ടെ. പറഞ്ഞാട്ട് കർത്താവ് എൻ്റെ ചെവിക്കകത്ത് പറയണം. എനിക്കറിയണം ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണെന്ന്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ സ്തോത്രം. നന്ദിയോടുകൂടെ സ്തോത്രം. നന്ദിയോടുകൂടെ സ്തോത്രം. നന്ദിയോടുകൂടെ സ്തോത്രം. നന്ദിയോടുകൂടെ സ്തോത്രം. ദൈവമക്കളെ, ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചിന്ത പറയാം. കർത്താവിൻ്റെ മടങ്ങിവരവ് വളരെ അടുത്ത കാലഘട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവ് വളരെ അടുത്ത കാലഘട്ടമാണ്. കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പേ, ഹല്ലേലൂയ, കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പേ സഭ ഒരുക്കുവാൻ ദൈവം ഒരു ഉണർവയ്ക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ പല പ്രവചനങ്ങളിൽ പറയുന്നു കർത്താവിന് വഴി ഒരുക്കുവീൻ, അല്ലേ? യോഹന്നാൻ സ്നാപകനിലൂടെ അത് നിറവേറ്റി. യോഹന്നാൻ സ്നാപകനിലൂടെ അത് നിറവേറ്റി. മലാക്കി പ്രവചനത്തിൽ പിന്നെയും അത് ആവർത്തിച്ച് പറയുന്നു. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ വെളിപ്പെടാനുള്ള സമയമായി. നീതി സൂര്യൻ ഉദിക്കാനുള്ള സമയമായി. അന്ന് അവൻ ക്രൂശിക്കപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് കർത്താവ് രോഗോപശാന്തിയോട്, തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഏലിയാവല്ല, ഒരു ഏലിയാവിൻ്റെ ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഒരു ഏലിയാവിൻ്റെ തലമുറയെ, ഒരു ഏലിയ ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ പറയത്തില്ല കേട്ടോ, അത് ദുരുപദേശമാകും. അങ്ങനെ ക്ലെയിം ചെയ്തവരൊക്കെ ഉണ്ട്. ഈ അലക്സാണ്ടർ ഡോവി എന്നൊക്കെ പറയുന്ന ദൈവദാസൻ ഭയങ്കര മാസ് ഹീലിങ്ങിന് ദൈവം ഉപയോഗിച്ച മനുഷ്യൻ. ആ ഹീലിംഗ് ഒക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നി പുള്ളി ഏലിയാവാന്ന് തോന്നി. അലക്സാണ്ടർ ഡോവി ദുരുപദേശക്കാരനായി തീർന്നു. അങ്ങനെ അബദ്ധം പറ്റിയ മറ്റൊരു വ്യക്തിയാണ് വില്യം ബർണാം അല്ലെങ്കിൽ വില്യം ബർഹാം. അദ്ദേഹം പറഞ്ഞു 7ാം സഭയുടെ ദൂതനാണ് അദ്ദേഹം, ലവോദിക്ക സഭയുടെ ദൂതൻ, 7ാം സഭയുടെ ദൂതൻ, ഏലിയാവാണെന്ന് ക്ലെയിം ചെയ്തു. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് ദുരുപദേശമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പേ ഒരു തലമുറ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഏലിയാവ് നിന്നതുപോലെ കർമ്മേലിൽ നിൽക്കുന്ന ഒരു തലമുറ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനോട് പറയുന്ന ചില വചനങ്ങളുണ്ട്. തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, വെള്ളം തിളയ്ക്കുന്നത് പോലെ കർത്താവ് ഇറങ്ങി വരും. ജാതികൾ കണ്ട് വിറയ്ക്കത്തക്കവണ്ണം ഇറങ്ങി വരും. ഞാൻ വിശ്വസിക്കുന്നത് ഈ 5ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് കർത്താവിന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്.
ഹല്ലേലൂയ. കർത്താവിന്റെ നാവായി പ്രവർത്തിക്കുന്ന, അസാധാരണ പ്രവചന ദൂതുകൾ പറയുന്ന, പ്രവാചകന്മാരുടെ ദർശനത്തെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ഹോശേയ പ്രവാചകൻ പ്രവചിച്ചെങ്കിൽ, പ്രവാചകന്മാരുടെ ദർശനത്തെ ഞാൻ വർദ്ധിപ്പിക്കും. പ്രവചന താഴ്വര എന്നാ വിളിച്ചത് കേട്ടോ ഹോശേയ പ്രവാചകൻ. പ്രവാചകന്മാരുടെ താഴ്വര ഒന്ന് നോക്കിക്കേ. ആ താഴ്വര നിറച്ച് പ്രവാചകന്മാരാ കേട്ടോ. ഞാൻ വിശ്വസിക്കുക, കർത്താവേ, ഞങ്ങളുടെ തലമുറയിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദർശനങ്ങളെ കാണും, സ്വപ്നങ്ങളെ കാണും. യേശുവിൻ നാമത്തിൽ. നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അന്ത്യസമയത്താണ്. അന്ത്യകാലം 1-ാം നൂറ്റാണ്ടിലെ തുടങ്ങിയെങ്കിൽ അന്ത്യകാലത്തിൻ്റെ അന്ത്യസമയത്ത് നിൽക്കുന്ന സഭയെ ഈ വചനം, യോവേലിന്റെ പ്രവചനം നമുക്ക് എത്രയധികം ആപ്ലിക്കബിൾ ആണ് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. ഈ തലമുറയിൽ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന്, നിന്റെ നാവായി നിൽക്കണമെന്ന്, നിർത്തണമെന്ന്. നാളെ നടക്കുന്ന കാര്യം ഇന്ന് കർത്താവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടണമെന്ന്, ശിഷ്യൻ്റെ ചെവി എനിക്ക് തരണമെന്ന്. ദൈവം ശമൂവേലിൻ്റെ കാതിനെ അൺകവർ ചെയ്തു. എന്തോ മൂടിയിരിക്കുക കേട്ടോ. കർത്താവ് പർദ, വെയിൽ ഒന്ന് മാറ്റി. നമ്മുടെയൊക്കെ കാതിനെ മൂടുന്ന എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാട്ട്, കർത്താവേ, എൻ്റെ കാതിനെ ഒന്ന് തുറക്കണം. എന്താണോ നിന്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത്? എന്താണോ ഹല്ലേലൂയ നിന്റെ ഹിതം അറിയുന്നതിൽ നിന്ന് എന്നെ തടയുന്നത്? എൻ്റെ കോൾ എന്താണെന്ന് തിരിച്ചറിയുന്നതിൽ നിന്ന് എന്നെ തടയുന്നത്? ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടയുന്നത്? ഇന്ന് ആരോടാണോ ഞാൻ പറയേണ്ടത്, എന്താ പറയേണ്ടതെന്ന് എനിക്ക് കേൾക്കാൻ കഴിയാതെ പോകുന്നത്? എന്താണോ എൻ്റെ ചെവിയുടെ മുകളിൽ ഒരു വെയിലിട്ടിരിക്കുന്നത്, ഒരു മൂടുപടമിട്ടിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞാട്ട് അത് ഒന്ന് അൺകവർ ചെയ്യണം. അതൊന്ന് അൺകവർ ചെയ്യണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്, നിങ്ങളെൻ്റെ ദാസന്മാരല്ല. ഹല്ലേലൂയ. നിങ്ങളെൻ്റെ ദാസന്മാരല്ല, എൻ്റെ സ്നേഹിതന്മാരാണ്. ഇത് വലിയൊരു സ്പിരിച്വൽ റെവലേഷനാണ് വാക്യം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ചർച്ചിൽ ഈ ഒരു മെസ്സേജ് പറഞ്ഞു, ദാസനല്ല മകനാ ഞാൻ. ഹല്ലേലൂയ. ദാസനല്ല മകനാ ഞാൻ. ദാസന്റെ കുഴപ്പം എന്താണെന്നറിയോ? ദാസൻ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനാ അല്ലേ? ദാസരുടെ കണ്ണ് യജമാനന്റെ മേലും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ മേലും. ഞാൻ പ്രസംഗിക്കാറുണ്ട്, പറയാറുണ്ട്, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കാ. ശമ്പളമാണ് നോക്കുന്നത്, ഇന്ന് കൂലി തരുന്നുണ്ടോ, കൈ വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ദാസനായിട്ട് സുവിശേഷവേല ചെയ്താൽ പറയും, കർത്താവേ, കയ്യിൽ എനിക്ക് എന്താ ഉള്ളത് അതനുസരിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്യുക. പക്ഷെ മകനായിട്ട് ശുശ്രൂഷ ചെയ്താൽ പറയാം, അപ്പനോട് എങ്ങനെ ഞാൻ കൂലി വാങ്ങിക്കുന്നത്? അപ്പൻ്റെതല്ല, എൻ്റെതല്ലേ. എൻ്റെ പറമ്പിൽ കളച്ചിട്ട് ഞാൻ കൂലി മേടിക്കാനോ? ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രശ്നം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തുമുക്കാലും ദാസന്മാരാ. ഞാൻ ഈ ഒരു വെളിപ്പാട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ദാസനാകണ്ട, എനിക്ക് മകനായാൽ മതി. മലാഖി പ്രവചിച്ചതുപോലെ ഒരപ്പൻ തനിക്ക് സേവ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഒരിക്കൽ എന്നെ ആദരിച്ചാൽ മതി. ഇന്ന് കിട്ടുന്ന പ്രതിഫലങ്ങൾ, ഇന്ന് കിട്ടുന്ന കൂലിയല്ല എൻ്റെ കൂലി. ഒരിക്കൽ എൻ്റെ അപ്പൻ പറയും, എൻ്റെ മോനെ നീങ്ങി വാ, നീ നല്ല മകനായിരുന്നു. ഹല്ലേലൂയ. നീ കൂലി നോക്കി വേല ചെയ്തവനല്ല. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കത്തില്ല. എന്തുകൊണ്ട്? യജമാനൻ ചെയ്യുന്നത് ദാസനോട് പറയത്തില്ല. പറയുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ എൻ്റെ സ്നേഹിതരാ. അതുകൊണ്ട് നോക്ക്, എൻ്റെ പിതാവിൽ നിന്ന് കേട്ട രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ. എന്തൊരു വചനമാണല്ലേ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ ഇനിയും ദാസരെന്ന് വിളിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം യജമാനൻ ചെയ്യുന്നത് ദാസരോട് വെളിപ്പെടുത്തുകയില്ല.
നിങ്ങൾ എൻ്റെ 15-ാമത്തെ വാക്യം 15:15 യോഹന്നാൻ 15:15 അങ്ങനെയാണോ വാക്യം? ഒന്ന് വായിച്ചേ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്കകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ആമേൻ. ഞാൻ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നോക്കേ, പിതാവിനോട് കേട്ടത്, ഇതൊക്കെ വലിയ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളാണ് കേട്ടോ. ഭൂമിയിൽ ഒരു മനുഷ്യനും കേൾക്കാത്തതാ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു പറയുക, ഇത് ദാസന്മാരോട് പറയത്തില്ല, പിന്നെ ആരോടെ പറയത്തുള്ളൂ? നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ആരോടും പറയാത്ത രഹസ്യങ്ങൾ കർത്താവ് ചെവിക്കകത്ത് പറഞ്ഞു തരുമെന്ന്. ദാസരോടല്ല, സ്നേഹിതരോട്. എന്താ ഇതിനർത്ഥം എന്നറിയാം? യജമാനൻ ഒരു ദാസനെ വിളിച്ചിട്ട് പറയാടാ അവിടെ ഒരു കുഴി എടുക്കടാ. അപ്പം ഈ ദാസന് ചോദിക്കാനുള്ള അനുവാദമില്ല. എന്തിനാ സാറേ, എന്തിനാ കുഴിയെടുക്കേണ്ടത്? നീ പോയി കുഴിയെടുക്കടാ, അങ്ങനെയല്ലേ പറയുന്നത്? അതോ ഇദ്ദേഹത്തിന് ഫുൾ കഥയും പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി കുഴിയെടുക്കത്തുള്ളൂ? ദാസനോട് അത്രേ പറയത്തുള്ളൂ അല്ലേ? പക്ഷെ സ്നേഹിതനോട് അങ്ങനെയല്ല. സ്നേഹിതനോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയടാ, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ, നാളെ അതൊന്ന് ചെയ്താൽ എന്താ, 2 പണിക്കാരെയൊക്കെ വിളിക്കണമല്ലേ. ഇതാരോടാ പറയുന്നത്? സ്നേഹിതനോടാണ് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഞാനിനി നിങ്ങളെ ദാസനെന്ന് വിളിക്കത്തില്ല. കാരണം ദാസനോട് പറയാത്ത രഹസ്യങ്ങൾ നിന്റെ ചെവി ഞാൻ പറയാൻ തയ്യാറാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥന 2-ാം രാത്രി പറയുക, നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ലോകത്തിൽ ആരോടും പറയാത്ത രഹസ്യങ്ങൾ നിങ്ങളുടെ ചെവിക്കകത്ത് പറയും. അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിങ്ങൾക്കാരാണ്? യേശു നിങ്ങൾക്കാരാണ്? ഒരിക്കലും യേശു കർത്താവ് ഈ ചോദ്യം ചോദിച്ചു, ഞാൻ ദൂത് വിട്ടു പോവുകയല്ല കേട്ടോ. കാരണം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഈ കാര്യം കൂടെ ഒന്ന് പറയണമെന്ന് നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് അതുകൂടെ പറയണം. ഹല്ലേലൂയ. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അല്ലേ? ദാസനാണോ സ്നേഹിതനാണോ നിങ്ങൾ യേശുവിൻ്റെ? യേശു നിങ്ങളുടെ യജമാനനാണോ സ്നേഹിതനാണോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. യേശു യജമാനനാണോ സ്നേഹിതനാണോ? ദാസരുടെ കണ്ണ് യജമാനൻ്റെ മേലും ദാസിയുടെ കണ്ണ് യജമാനിത്തിയുടെ മേലും. യേശു നിങ്ങൾക്കാരാണ്? മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ചോദിച്ചു, യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നത് ചോദിച്ചു. ഉത്തരം വന്നു അല്ലേ? കുറേ ഉത്തരം വന്നു. ആ ഉത്തരത്തിൽ ഒന്നുപോലും അത്ര ശരിയല്ലായിരുന്നു. ഒന്നുപോലും ശരിയല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ശരിയല്ലാഞ്ഞത്? ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ ശ്രമിക്കുക. അതൊക്കെ കുറേ തിയോളജിക്കൽ ആൻസർ ആയിരുന്നു. ഏലിയാവ് എഴുന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഇദ്ദേഹം ഏലിയാവായിരിക്കും. അതിന് ഉപോത്ബലകമാകുന്ന വചനങ്ങൾ എടുത്ത് പറയാം. മലാഖിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യെശയ്യാവ് 40 എഴുതിയിട്ടുണ്ട്. ആരെ? കർത്താവിന് വഴി ഒരുക്കുന്ന ഒരുവൻ വരും. തിയോളജിക്കലി തെളിയിക്കാൻ ശ്രമിക്കുക യേശു ആരാണ്, ഏലിയാവെന്ന്. പിന്നെ എനിക്കറിയത്തില്ല പിന്നെ ഈ യെരമ്യാവാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന്. ഹല്ലേലൂയ. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവനാന്ന് പറഞ്ഞു. ഇതൊക്കെ തിയോളജിക്കലി പ്രൂവ് ചെയ്യാൻ ഒരുപക്ഷെ അവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ തിയോളജിക്കലി പ്രൂവ് ചെയ്യുന്ന ഒരു ഉത്തരമല്ല യേശുവിന് വേണ്ടത്. യേശുവിന് വേണ്ടത് നിന്റെ മനസ്സിൽ അടുത്തറിഞ്ഞ, നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയ, നീ വെളിപ്പാടിൽ അറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ യേശു ആരാന്ന്. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അതാണ് സത്യം. പക്ഷെ തിയോളജിയൻസിനൊന്നും ആ വെളിപ്പാട് കിട്ടിയില്ല. അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. എൻ്റെ ചോദ്യം, ഹല്ലേലൂയ, യേശു നിങ്ങൾക്ക് ആരാണ്? യേശു നിങ്ങൾക്ക് ആരാണ്? സ്നേഹിതനാണോ അതോ യജമാനനാണോ? യേശു നിങ്ങളുടെ പിതാവാണോ? യേശു നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാണോ? ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്കെവിടെയാണോ കുറവുള്ളത് അവിടെ നികത്തുന്ന, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന യേശുവിനെ നാം തിരിച്ചറിയണം. ഇന്ന് വൈകിട്ട് നമുക്ക് യുവയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു.
ഈവനിങ്ങിൽ തന്നെ എനിക്ക് തോന്നുന്നത് 1, 2, 3, 4ാമത്തെ മീറ്റിംഗ് ഈവനിങ്ങിൽ തന്നെ. അപ്പോൾ യുവാടെ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. അത് 11 മണിക്കാണ് തീർന്നത്. യുവാടെ മീറ്റിങ്ങിൽ അനുഭവം പറയാൻ വന്ന മോള് പറഞ്ഞൊരു കാര്യം, അവൾക്ക് അവളുടെ ആങ്ങളയുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച്, സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ആ മോളിങ്ങനെ പറഞ്ഞു, നമുക്കൊക്കെ നല്ല ആങ്ങളമാരും നല്ല ചേട്ടന്മാരും ഒക്കെ ഉണ്ടാകണം, നല്ല പെങ്ങന്മാരൊക്കെ ഉണ്ടാകണം അല്ലേ, നമ്മുടെ സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ. എനിക്ക് ആ മക്കളത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവളുടെ ആങ്ങളയും തമ്മിലുള്ള ആ അടുപ്പം. അപ്പം എനിക്കൊരു വിഷമമുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാനുള്ളത് എൻ്റെ മനസ്സിൽ വന്നു. എനിക്കൊരു ചേട്ടനില്ലല്ലോ എന്ന വിഷമം. ഞാൻ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇടയ്ക്കൊക്കെ മെസ്സേജ് പറയുമ്പോഴും പറയും, എനിക്കൊരു വിഷമമുള്ളത്, എനിക്കൊരു പെങ്ങളുണ്ട്, അവിടെ UK-യിലാണ്, പക്ഷെ എനിക്കൊരു ചേട്ടനില്ലാത്ത വിഷമം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്കൊരു ചേട്ടനല്ലേ, മൂത്ത ചേട്ടൻ. ഹല്ലേലൂയ. നമുക്ക് കുറേ അനിയന്മാരുണ്ടെങ്കിൽ ചേട്ടനായിട്ടിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഒരു ചേട്ടനുണ്ടെങ്കിൽ നല്ലതായിരുന്നു, നമ്മളെ സഹായിക്കാൻ ഒരു നല്ല ചേട്ടൻ. പലപ്പോഴും ഞാൻ ആ വിടവ് നികത്തുന്നത് എവിടെയാണെന്നറിയാം. ഞാൻ ഇടയ്ക്ക് ഈശ്വരനോട് പറയും, നീ എൻ്റെ മൂത്ത ചേട്ടൻ എന്ന് പറയും. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയത്, അവിടുന്ന് വിധവയ്ക്ക് കാന്തനും സാധുവിന് അപ്പവും എല്ലാവർക്കും എല്ലാമാണ് യേശു. അപ്പനില്ലാത്തവർക്ക് അപ്പൻ, ചേട്ടനില്ലാത്തവർക്ക് ചേട്ടൻ, ഭർത്താവില്ലാത്തവർക്ക് ഭർത്താവ്, സ്നേഹിതനില്ലാത്തവർക്ക് സ്നേഹിതൻ. യേശുവിന് സ്നേഹിതന്മാരാരും കുരിശിലില്ലായിരുന്ന പെട്ട പാടുകളെല്ലാം അവൻ ഒറ്റയ്ക്കാണ് സഹിച്ചത്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് എല്ലാം നമുക്ക് പറയാമെന്ന പാട്ടുകാരൻ പാടുന്നതല്ലേ. ജീവിതത്തിലെ എല്ലാ ഭാരവും പങ്കുവെക്കുവാൻ കഴിയുന്ന എത്ര അടുത്ത ഒരു സ്നേഹിതൻ. ഹല്ലേലൂയ. സ്നേഹിതരില്ലയോ? നല്ല സ്നേഹിതനാണ് യേശു. നമ്മുടെ ജീവിതത്തിലെ ആവശ്യവും സാഹചര്യവും അനുസരിച്ച് വെളിപ്പെടുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിലൊന്ന് അനുഭവിക്കണം. താങ്ക് യു ജീസസ്. ഒന്ന് അനുഭവിക്കണം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഇന്ന് വൈകിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. യേശുവിൻ്റെ പുനരുദ്ധാന ശേഷം യേശു വെളിപ്പെട്ട അനുഭവങ്ങളുണ്ട്. സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെത്താൻ അവൻ പ്രത്യക്ഷനായ അനുഭവങ്ങളുണ്ട്. ഓരോ സമയത്തും ഓരോ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ശരിയല്ലേ? എല്ലായ്പ്പോഴും ഒരു രൂപമല്ലായിരുന്നു. എമ്മുവേസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു വെളിപ്പെടുത്തിയത്, പ്രത്യക്ഷപ്പെട്ടത് ഒരു വഴിപോക്കനെ പോലെ. അവർക്ക് തോന്നി ആരോ ഒരാൾ, ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വഴിയാത്രക്കാരൻ. ഒരു വഴിയാത്രക്കാരൻ്റെ രൂപം എന്തായിരിക്കാം? ഒരു ഭാണ്ഡമൊക്കെ പുറത്തുണ്ടാകാം, ഒരു വടിയൊക്കെ പിടിച്ചിട്ടുണ്ടാകാം, അല്ലേ? അങ്ങനെ ഒരു രൂപത്തിൽ ഇതാ ഒരുവൻ കൂടെ നടക്കുന്നു. താങ്ക് യു ജീസസ്. 7 ശിഷ്യന്മാർ കൂടി മീൻ പിടിക്കുവാൻ വേണ്ടി ഗലീല കടലിലേക്ക് പോയി രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോൾ കടൽക്കരയിൽ ഒരുവൻ നിൽപ്പുണ്ട്. ഏത് രൂപത്തിലാ? സാധാരണ മീൻപിടുത്തക്കാരെ സ്വീകരിക്കാൻ നിൽക്കുന്ന വീട്ടുകാരിൽ ആരോ ഒരാളെ പോലെ, കനലിൽ മേൽ ചുട്ട മീനുമായി ഒരുവൻ ദേ കാത്തു നിൽക്കുന്നു. അവിടെ ഏത് രൂപത്തിലാണ് വെളിപ്പെട്ടത്? മീൻപിടുത്തക്കാർ മടങ്ങി വരുമ്പോൾ ഭക്ഷണവുമായി തയ്യാറായിരിക്കുന്ന അവരുടെ സഹായി അല്ലെങ്കിൽ വീട്ടുകാരൻ. ശരിയല്ലേ? മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഏത് രൂപത്തിലാണ് വെളിപ്പെട്ടത്? തോട്ടക്കാരൻ്റെ രൂപത്തിൽ. എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് അനുകൂലമായി അതിന് യോജിച്ച ഒരു വ്യക്തിയായി യേശു നിന്റെ കൂടെ നിൽക്കും. എമ്മുവേസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ഞാൻ പറയുക, നിങ്ങളുടെ കൂടെ അവൻ നടക്കുന്നുണ്ട് കേട്ടോ. അവൻ നിങ്ങളുടെ സഹയാത്രികനാണ്. വാദിച്ചും തർക്കിച്ചും ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അലഞ്ഞു നടക്കുമ്പോൾ ഈ വാദത്തിനും തർക്കത്തിനുമൊക്കെ ഇടയിൽ കയറി നിന്ന് കൂടെ നടന്ന് തകരാതെ ഒന്നിച്ച് നടന്ന് വീട്ടിലെത്തിക്കുന്ന ഒരു യേശു കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. മീൻ പിടിച്ച് വലഞ്ഞു വന്ന തളർന്നു വന്ന ശിഷ്യന്മാർക്ക് വേണ്ടി
കനലിൽ ചുട്ടതുമായിട്ട് കാത്തിരിക്കുന്ന ഒരു യേശു, നിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു യേശു. തിയോളജിക്കൽ വെളിപ്പാടുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ശരിയാ. പക്ഷെ വ്യക്തിപരമായി ജീവിതാനുഭവങ്ങളിൽ യേശുവിനെ രുചിച്ചറിയുന്ന, അനുഭവിച്ചറിയുന്ന ഒരനുഭവത്തിലേക്ക് ഒന്ന് വളർന്നു വരണം. അവൻ നമ്മുടെ സ്നേഹിതനാണെങ്കിൽ മറ്റാരോടും പറയാത്ത രഹസ്യങ്ങൾ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഇന്ന് നമ്മുടെ കാതിൽ പറയും. താങ്ക് യു ജീസസ്. ഒന്നുകൂടെ പറഞ്ഞാൽ കിങ്ഡം സീക്രട്സ്, പിതാവ് പുത്രനുമായി പങ്കുവച്ച ഭയങ്കര രഹസ്യങ്ങൾ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. മറ്റാരോടും പറയാത്ത രഹസ്യങ്ങൾ. ശമൂവേലേ, നിന്റെ കാതിനെ ഇന്ന് രാത്രി തുറന്നിരിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. ശിഷ്യന്മാരുടെ കാതുകൾ. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. അടുത്ത 5 ദിവസം അഭിഷക്തന്മാർ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവ്, ഇതെനിക്കുള്ള ദൂത, എൻ്റെ കാത് തുറക്കണം, ഞാൻ കേൾക്കാൻ പോകുക, എൻ്റെ ജീവിതം മാറാൻ പോകുക. ഇന്ന് ഞാൻ കേൾക്കുന്നതാ നാളെ ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണം. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. ഇന്ന് ആരോടാണ് സുവിശേഷം പറയേണ്ടത്? ഞങ്ങൾക്ക് കാലത്തെ വെളിപ്പെടുത്തി കിട്ടണം. ഇന്ന് പറയേണ്ട വചനം ഞങ്ങൾക്ക് കാലത്തെ വെളിപ്പെടുത്തി കിട്ടണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദൈവശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. ഓ ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടുകൂടെ സ്തോത്രം, നന്ദിയോടുകൂടെ സ്തോത്രം, നന്ദിയോടുകൂടെ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കാതുകൾ തുറക്കുവാനെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരാഗ്രഹമില്ലേ ദൈവിക ദർശനങ്ങൾ കാണണമെന്ന്? കർത്താവിൻ്റെ നാവായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമില്ലേ? നാവ് ഔട്ട്പുട്ടാ കേട്ടോ, ഇൻപുട്ട് കാതും കണ്ണുമൊക്കെയാ. നാവ് ഔട്ട്പുട്ടാണ്. ശിഷ്യന്മാരുടെ നാവ് ഔട്ട്പുട്ടാ. പക്ഷെ ഇൻപുട്ട് എന്താണെന്നറിയാമോ? കാതും കണ്ണുമൊക്കെയാ. അകത്തോട്ട് എന്തെങ്കിലും ഇട്ടെങ്കിൽ മാത്രമേ നാവിലൂടെ പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ പറയണം, ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, കേട്ടത്, കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത് ദേ തരുന്നു. ആമേൻ, 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 ആമേൻ. പത്രോസ് പറയാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത്. ഉള്ളതെന്ന് പറയുമ്പോൾ എവിടുന്നുള്ളതാ? എവിടുന്നുള്ളതാ? പൗലോസ് പറഞ്ഞു, സ്വയമായിട്ടൊന്നും സങ്കല്പിച്ചു തരുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങളുടെ കയ്യിൽ ഉള്ളതൊന്നും ഞങ്ങളുടേതല്ല കേട്ടോ. ഞങ്ങളുടെ പ്രാപ്തി ഉയരത്തിലെ ദാനമാ. ഉയരത്തിൽ നിന്ന് ലഭിച്ചതാ ഉള്ളത്, പ്രാപിച്ചതാണ് ഉള്ളത്, കൊടുക്കുന്നത്. ആമേൻ, ആമേൻ. പ്രാപിച്ചതാ കേട്ടോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിച്ചതുണ്ടെങ്കിൽ, കേട്ടതുണ്ടെങ്കിൽ, കണ്ടതുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആകാൻ പോകുക. നിങ്ങളുടെ ശുശ്രൂഷ വിജയമാകാൻ പോകുക. കർത്താവിന് ഭാഷാഭേദമില്ലാതെ ആരോടും സംസാരിക്കണം. ഭാഷ വിഷയമല്ല, എത്നിക് ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല, എത്നിക് ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ കഴിഞ്ഞിടയ്ക്ക് ഡയസ് പാസ്റ്റർ വന്ന് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം 2 വീക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. കുറേ നേരം സംസാരിച്ചു. അദ്ദേഹം കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ദേവദാസനെ കൊണ്ടുപോയി ഞങ്ങളുടെ യൂത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. യൂത്തിൻ്റെ മീറ്റിംഗ് ഒന്നുമില്ല. ഞാൻ രാത്രി 10 മണിയായപ്പോൾ നമ്മുടെ ചർച്ചിലെ കൊയർ ടീമിലെ കുഞ്ഞുങ്ങളെ വിളിച്ചു ചോദിച്ചു, നിങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ 2 പേര് പറഞ്ഞു, ഞങ്ങൾ ഇന്ന വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കൊയറിലെ വേറൊരു മോൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരിക, ബാക്കി എത്രയും പേരെ കിട്ടുന്ന എളുപ്പം അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങളൊരു 5 മിനിറ്റിനകം മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. നമുക്ക് ദൈവദാസന്മാരെ ചിലരെ കിട്ടിയാൽ വിടരുത്. കാരണം നമുക്ക് അവരിൽ നിന്ന് പ്രാപിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് പ്രോഗ്രാമാണ്. നമുക്ക് പ്രോഗ്രാമിലൊന്നുമില്ല. പക്ഷേ ആ അഭിഷേകത്തിനെ പിന്നെ ഇനി എന്നാ കിട്ടുന്നതെന്ന് പറയാനൊക്കത്തില്ല.
ഞാൻ പറഞ്ഞു, വേറെ ഒന്നും വേണ്ട പാസ്റ്ററെ, ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളിലുള്ള പാഷൻ, നിങ്ങളിലുള്ള വിളി ഒന്ന് പകർന്നാൽ മതി, ഒന്ന് പകർന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂളിലൊന്നും ഉള്ളതല്ല. ദേവദാസം വന്നു, ഞങ്ങളുടെ ചെറുപ്പക്കാരോട് സംസാരിച്ചു, ഒരു 3/4 മണിക്കൂർ സംസാരിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡയസ് പാസ്റ്റർ, ഹല്ലേലൂയ. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയാം? ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ആ ടെസ്റ്റിമണി കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പക്കാരോട് സംസാരിച്ചത് ഇംഗ്ലീഷില്ല, ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ചാനലിൽ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ല, അദ്ദേഹത്തെ തന്നെ ഇംഗ്ലീഷ് ചാനലിൽ ഒരു ദിവസം വിളിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവരും കേൾക്കേണ്ട ടെസ്റ്റിമണിയാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ, ഇന്ത്യയിൽ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു മനുഷ്യൻ, അമേരിക്കയ്ക്ക് പോകാൻ താല്പര്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് അമേരിക്കയിൽ നിന്നൊരു കല്യാണാലോചന വന്നപ്പോൾ പറഞ്ഞു, ഇത് ദൈവം ഒരുക്കിയതാ, വിവാഹം കഴിച്ച് അമേരിക്കയിൽ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവിൻ്റെ വേല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സാധാരണ പാസ്റ്റർമാർ നടന്ന വഴിയിലല്ല നടന്നത്. കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അമേരിക്കയിൽ ചെന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ സമ്പാദിച്ച വീട് വിറ്റു, എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പണം മുഴുവൻ. വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ടൊരു കരവാൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു മൂവിങ് ഹൗസ് വാങ്ങിച്ചു. ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളോട് അതിനകത്താണ് പിന്നെ താമസം. നമ്മൾ പറയും ഇച്ചിരി വട്ടാന്ന് പറയും, ഇച്ചിരി ക്രേസി ആയിട്ടുള്ളവർക്ക് മിറക്കിൾ കാണാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ഡയസ് പാസ്റ്ററോട് പറഞ്ഞു, വീട് വിൽക്ക്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞത് എൻ്റെ ഭാര്യയോടും പറയണം, ഞാൻ അവളോട് ഇത് ഷെയർ ചെയ്തില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി വന്നിട്ട് പറയുക, കർത്താവ് പറയുന്നത് വീട് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ. ഇതൊക്കെയാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. ഭർത്താവിനോട് പറയുന്നത് ഭാര്യയോട് പറയും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. നിനക്കറിയാമോ, ഇന്ന് ആ ദേവദാസൻ ചെയ്യുന്ന മിനിസ്ട്രി അമേരിക്കയിലെ ഡ്രഗ് അഡിക്ട്സ്, ഗാങ്സ്റ്റേഴ്സ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ഹൂക്കേഴ്സ്, പിംപ്സ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ നേരെ നടന്ന് എന്നിട്ട് കണ്ണിലിട്ട് നോക്കിയിട്ട് അവരോട് സുവിശേഷം പറയുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാ. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ഹാവ് ദാറ്റ് അതോറിറ്റി. നേരെ ചെല്ലുക, കണ്ണിലേക്ക് നോക്കുക, അവനിലുള്ള ദുരാത്മാവ് അറസ്റ്റ് ചെയ്യപ്പെടും. അത് ഭയങ്കര അനോയിന്റിങ് അല്ലേ? ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിത് വേണം, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് ഇത് വേണം. നിങ്ങൾ കണ്ണിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ, ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ എത്രയോ പ്രാവശ്യം ആ ദേവദാസനെ നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ആരും കാഞ്ചി വലിച്ചിട്ടില്ല. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായുള്ള പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ ആ ഗാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അദ്ദേഹം വെളിയിൽ നിർത്തിയ ആളിനോട് പറഞ്ഞു, റെഡ് ഇന്ത്യനാണ്, അമേരിക്കൻ ഇന്ത്യനാണ് വെളിയിൽ നിൽക്കുന്നത്, കൂടെ പോയ ആളാണ്. അവനോട് പറഞ്ഞു, അകത്തുനിന്ന് ഗൺ ഷോട്ട് കേട്ട് കഴിഞ്ഞാൽ നീ കയറി വരരുത്, നീ ഓടി രക്ഷപ്പെട്ടോണം. അതിൻ്റെ അർത്ഥം എന്നെ കൊന്നെന്നാ. ഹലോ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറ്റുമെന്നേ, നമുക്ക് പറ്റുമെന്നേ. എന്തുകൊണ്ട് പറ്റത്തില്ല? വില്യം ബൂത്തിനെ കുറിച്ച് പറയണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. വില്യം ബൂത്ത് പറഞ്ഞത് എന്താ? We all have that call, but we are not hearing it. If you say that I am not called, നിങ്ങൾ പറയുകയാണ് എന്നെ വിളിച്ചിട്ടില്ലെന്ന്. എന്നെ വിളിച്ചിട്ടില്ലെന്നല്ല, ഞാൻ വിളി കേട്ടിട്ടില്ലെന്ന. എൻ്റെ കാതടഞ്ഞിരിക്കുക. തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ആൻഡ് പർപ്പസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. അതിലേക്കൊന്ന് കയറി വരട്ടെ, ഒരു അത്ഭുതമായി മാറട്ടെ, ഒരു അത്ഭുതമായി മാറട്ടെ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Holy Spirit. Victory in the name of Jesus. Hamar shall come another. Hallelujah. വില്യം ബൂത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? വില്യം ബൂത്ത് പരസ്യയോഗക്കാരനായിരുന്നു. നമുക്കും പറ്റുന്നേ. വില്യം ബൂത്ത് ചെണ്ട കൊട്ടി ആളിനെ വിളിച്ചെന്ന, തമ്പാറടിച്ച ആളിനെ വിളിച്ചെന്ന നമുക്കും പറ്റുമെന്നേ. ആയിരിക്കുന്ന ദേശങ്ങളിൽ യേശുവിൻ്റെ പരസ്യ സാക്ഷിയായി നിൽക്കുവാൻ എത്ര പേർക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ഇതൊരു നിയോഗം പോലെ ഏറ്റെടുത്തു. ദൈവാത്മാവിനോട് പറഞ്ഞ് വില്യം ബൂത്തിനെ കുറിച്ച് പറയണമെന്ന്. ഞാൻ വൈകിട്ട് മീറ്റിങ്ങിന് വരുന്നതിന് സെർച്ച് ചെയ്തു വില്യം ബൂത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നെന്ന്. അപ്പോൾ ആ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ്, അദ്ദേഹം പരസ്യയോഗക്കാരനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞത്,
വില്യം ബൂത്തിനെ കുറിച്ച് പറയണമെന്ന്. ഞാനതങ്ങ് കൈമാറുകയാണ് ഇന്ന് രാത്രി. കർത്താവിൽ നിന്ന് പ്രാപിച്ചൊരു ദൂതെന്ന നിലയിൽ അതങ്ങ് കൈമാറുകയാണ്. ഹല്ലേലൂയ. ചോദിച്ചാട്ട്, കർത്താവേ, എനിക്കൊരു ശിഷ്യൻ്റെ നാവ് തരണം, എനിക്കൊരു ശിഷ്യൻ്റെ കാത് തരണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ശിഷ്യൻ്റെ നാവ് പ്രാപിക്കുമ്പോൾ മനസ്സിലാക്കിക്കോ, അവിടെ ഒരു ഗുരുവുണ്ട്. ഗുരു പറഞ്ഞത് കേട്ടത് കൊണ്ടാണ് ശിഷ്യൻ അത് പറഞ്ഞത്. ശിഷ്യൻ പറഞ്ഞത് ശിഷ്യൻ്റെ വാക്കല്ല. പിന്നീട് വാക്കിന് ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പാസ്റ്റേഴ്സ് ആയാലും വിശ്വാസികളായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ആരെങ്കിലും വലിയ പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? ആരെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പോട്ടടി സാരമില്ലെന്ന് പറയാനൊക്കുമോ? ശരിയല്ലേ? നമുക്കിപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു കിടക്കുന്ന ഭാര്യയോട് നമുക്കെന്ന് പറയാനൊക്കുമോ? പോട്ടടി സാരമില്ല എന്ന് പറയാനൊക്കത്തില്ല. അപ്പോഴാണ് ശരിക്കും ഈ ശിഷ്യൻ്റെ നാവ് നമുക്ക് വേണ്ടത്. എന്താ പറയേണ്ടത്? നമ്മുടെ ബുദ്ധി കൊണ്ട് എന്തു പറഞ്ഞാലും ആശ്വാസം കിട്ടത്തില്ല. അവിടെയാണ് ഗുരു പറഞ്ഞത് നമ്മുടെ നാവിന്മേൽ പൊന്തി വരേണ്ടത്. അവിടെയാണ് രാവിലെ നമ്മൾ കേൾക്കേണ്ടത് ഗുരു എന്താ പറയുന്നതെന്ന്. ഗുരു പറഞ്ഞെങ്കിലേ അവൻ ആശ്വാസം ഉണ്ടാകത്തുള്ളൂ. പിന്നെ പറഞ്ഞാൽ ആർക്കും ആശ്വാസം ഉണ്ടാകത്തില്ല. കാരണം അതിനുള്ള ബുദ്ധി ഞാനൊന്നുമില്ല. പിന്നെ ഗുരു പറയുന്ന ഒരു ചെറിയ വാക്കിന് പോലും അത് നമുക്ക് ലോജിക്കൽ അല്ലെന്ന് തോന്നാം കേട്ടോ. നമുക്ക് തോന്നാം ഇത് പറഞ്ഞാൽ എങ്ങനെ അവർക്ക് ആശ്വാസം. പക്ഷെ ഗുരുവാണോ പറഞ്ഞത്? ഉള്ളത്തെ അറിയുന്ന ഗുരുവിൻ്റെ വാക്കുകൾ നമുക്ക് ലോജിക്കൽ അല്ലെങ്കിലും ഹല്ലേലൂയ അവൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് അത് കയറും. പരിശുദ്ധാത്മാവ് ഇടപെടും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇതിനൊരു പശ്ചാത്തലമുണ്ട് പ്രിയമുള്ളവർ. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പശ്ചാത്തലം എന്താ? ഓർമ്മ ശരിയാണെങ്കിൽ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഒരു വാക്യമുണ്ട്. ഞാൻ അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുക. അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുക. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നറിയാം? ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയാം? പഴയ കാലത്തെ ഗുരുക്കന്മാർ, അതായത് യഹൂദന്മാരുടെയുള്ള റബായിമാർ, ഗുരുക്കന്മാർ, അവർ ഉറച്ചൊന്നും പറയത്തില്ല. അവർ ചെയ്യുന്നത് ഈ ശിഷ്യനെ വിളിച്ചിട്ട് കാതിൽ മന്ത്രിക്കും. ഞാൻ കാതിൽ മന്ത്രിച്ചതെന്നാണ് പറയുന്നല്ലേ. ശിഷ്യനെ ഇങ്ങനെ അടുത്തോട്ട് വിളിച്ചിട്ട് പറയും, എടങ്ങി വാടാ ഒരു രഹസ്യം പറയാമെന്ന് പറയും. ഇവൻ്റെ കാതിൽ പറയും. ഗുരു വിളിച്ചു പറയത്തില്ല കേട്ടോ. ശിഷ്യൻ്റെ ജോലി എന്താണെന്നറിയാമോ? ശിഷ്യൻ ഇത് കേട്ടിട്ട് പുരയുടെ മുകളിൽ, ടെറസിൻ്റെ മുകളിലോട്ട് കയറി നിന്നിട്ട് വിളിച്ചു പറയണം. അപ്പോഴാണ് നാട്ടുകാർ കേൾക്കുന്നത്. ഇവിടെയാണ് മർമ്മം. ശിഷ്യൻ്റെ നാവ് ഉണ്ടാകണമോ? ഗുരു അധികാലത്ത് നിൻ്റെ കാതിൽ മന്ത്രിക്കണം. കർത്താവ് കാലത്ത് നിൻ്റെ കാതിൽ പറയുന്നതാണ് നീ പുരമുകളിൽ കയറി നിന്ന് ഘോഷിക്കുന്നത്. ഷൗട്ട് ഇറ്റ് ഫ്രം യുവർ റൂഫ് ടോപ്പ്. ദാറ്റ്സ് വാട്ട് ബൈബിൾ സേസ്. ഷൗട്ട് ഇറ്റ് ഫ്രം യുവർ റൂഫ് ടോപ്പ്. നിൻ്റെ വീടിൻ്റെ മച്ചി കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു. എന്ത്? ആത്മാവിൽ നീ പ്രഭാതത്തിൽ പ്രാപിച്ചത്, നിൻ്റെ കാതിൽ സ്വർഗം പറഞ്ഞ രഹസ്യങ്ങൾ. എൻ്റെ ഇതൊട്ടും പ്രിപ്പയർ അറിയാതെ വന്നൊരു മെസ്സേജാണ് കേട്ടോ. വില്യം ബൂത്തിനെ കുറിച്ച് പറയാമെന്ന്. ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ചറിയുന്ന ആത്മാവ് ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറയാൻ പറ്റുമോ കർത്താവിൻ്റെ കാതിനെ തുറക്കണമെന്ന്? എൻ്റെ കുട്ടിക്കാല അനുഭവം ഞാൻ ഓർക്കുന്നു. എൻ്റെ ചെറിയ പ്രായത്തിലെ അനുഭവം. ഞാൻ പ്രത്യേകിച്ചും കർത്താവുമായിട്ടുള്ള എൻ്റെ സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ് ആരംഭിച്ച വർഷങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനമൊക്കെ പ്രാപിച്ച് ഭയങ്കര ഒരു കൊതി, ഒരു ആഗ്രഹത്തോടൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ ഞാനൊരു പൊട്ടനെ പോലെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തോട്ട് നോക്കുമായിരുന്നു. എന്താണെന്നറിയാം? എനിക്കെന്തെങ്കിലും കാണണം കർത്താവേ. നമ്മൾ പാട്ട് പാടത്തില്ലേ? എലിയ എലിശ പ്രവരർ ബലമായി ചെയ്ത ക്രിയകൾ കാണുവാൻ എലോഹി എന്നെയും ഓർക്കണേ. വേല നിന്നുടേതാണ് കർത്താവ്. നിൻ്റെ വേല ചെയ്യണമെങ്കിൽ എന്നെയും കൂടെ ഒന്ന് ഓർക്കണം കർത്താവ്. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, കർത്താവേ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് ചെറുതല്ല. അന്ത്യകാലത്തെ ഒരു ഏലിയ ജനറേഷൻ, സഭയെ ഉണർത്തേണ്ട, കർമ്മേലിൽ അഗ്നി ഇറക്കണ്ട, നിന്നുപോയ മഴയെ മടക്കിക്കൊണ്ടുവരേണ്ട ഒരു തലമുറ എൻ്റേത്. എന്നെയും കൂടെ ഒന്ന് ഓർക്കണം കർത്താവേ. ഏലിയാവും ഏലിശയും ഒക്കെ ചെയ്തതുപോലെ, ബലമായി ചെയ്തതുപോലെ ഒരു ക്രിയ കാണുവാൻ. ഏലിയാവിന് ആ ഗുണമുണ്ടായിരുന്നു കേട്ടോ. ആരും കേൾക്കാത്തത് അവൻ കാതുകൊണ്ട് കേൾക്കുന്നവനാ. ഏലിയാവിൻ്റെ ശിഷ്യൻ ഒരു കൈപ്പത്തിയോളം മേഘമേ കണ്ടുള്ളൂ.
പക്ഷെ ഏലിയാവ് അതിനപ്പുറമായി ചിലത് കേട്ടു. അവൻ പറഞ്ഞു, വലിയ മഴയ്ക്കുള്ള മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. ലോകം കാണാത്തത് കാത് തുറന്നവൻ കേൾക്കുമെന്ന് പറഞ്ഞാട്ട്, കർത്താവ് എനിക്ക് കേൾക്കണം, എനിക്ക് കാണണം. നിങ്ങളും ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞാട്ട്, കർത്താവ് ഒരു കൈപ്പത്തിയോളം മേഘം പോരെ കർത്താവേ, എൻ്റെ കാതുകളെ തുറക്കണം. ഞാൻ ഇന്ന് ഓർക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ വെറുതെ കണ്ണെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണം, എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണം, എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ, എനിക്ക് നിൻ്റെ ദർശനം കാണണം. ഞാൻ എൻ്റെ കാതിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് പറയും, കർത്താവേ എൻ്റെ കാതിനെ ശുദ്ധീകരിക്കണം, എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം. എൻ്റെ നാക്കെ പിടിച്ചിട്ട് പറയും, കർത്താവേ എൻ്റെ നാക്കിനെ ശുദ്ധീകരിക്കണം, നിൻ്റെ നാവായി പ്രവർത്തിക്കണം, നിൻ്റെ നാവായി തീർക്കണം. എൻ്റെ ആ കുട്ടിക്കാല അനുഭവമാണ് പറയുന്നത്. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ 17-18 വയസ്സൊക്കെ ഉള്ളപ്പോഴുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. അത് കൊതിയ, ഭയങ്കര കൊതിയ, ദൈവശബ്ദം കേൾക്കണം. ഹല്ലേലൂയ, ദൈവശബ്ദം കേൾക്കണം. എനിക്കതിനൊരു ഇൻസ്പിറേഷൻ വരാൻ കാരണം എന്താണെന്നറിയാം. പി സി അബ്രഹാം സാർ എന്ന് പറയുന്ന ബാങ്കവറാച്ച എന്ന് പറഞ്ഞ ദൈവദാസൻ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ എൻ്റെ തലയെ കൈവച്ചിട്ട് എൻ്റെ കണ്ണെ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ദർശനം കാണാൻ നിൻ്റെ കണ്ണിനെ തുറക്കുക. കാതെ കൈവച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കാതിനെ ഞാൻ ശുദ്ധീകരിക്കുക. നാവെ വെച്ചിട്ട് എൻ്റെ കയ്യാലും കാലിലും എല്ലാം പുള്ളി പിടിച്ച് ശുദ്ധീകരിച്ചൊക്കെ പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്കൊരു ആഗ്രഹം, ഇതിനെല്ലാം ശുദ്ധീകരിച്ച് നിർത്തണം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ദൈവമക്കൾ, ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണിൽ കൈ വെച്ചിട്ട് പറഞ്ഞാട്ട്, കർത്താവ് എൻ്റെ കണ്ണിനെ തുറക്കണം, എൻ്റെ കാതിനെ തുറക്കണം, എൻ്റെ നാവിനെ തുറക്കണം. ഈ കാലഘട്ടത്തിൽ കർത്താവെ, ഈ തലമുറയിൽ കർത്താവെ, എന്നെ നീ ഉപയോഗിക്കണം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പ്രാർത്ഥിക്കാൻ പോവുക. എന്നെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ഒരു ദൂത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി കൈമാറി. ഹല്ലേലൂയ. വില്യം ബൂത്തിനെ കുറിച്ച് പറഞ്ഞു. വില്യം ബൂത്തൊക്കെ ചരിത്രം മാറ്റി എഴുതിയ വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവം ചരിത്രം മാറ്റി എഴുതുവാൻ ആഗ്രഹിക്കുന്നു. വില്യം ബൂത്തിൻ്റെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ഷാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന വ്യക്തി, ദ അപ്പോസ്തൽ ഓഫ് ഹോളിനെസ് എന്നറിയപ്പെട്ടത്. അദ്ദേഹം പഠിപ്പിച്ചൊരു ഡോക്ടറിൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹോളിനെസ്സിൽ കൂടെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടെന്നൊരു ഡോക്ടറിൻ ഷാമുവൽ ബ്രിങ്കിളിൻ്റെ ഡോക്ടറിനായിരുന്നു. ഹോളിനെസ്, വിശുദ്ധിയിൽ, ശുദ്ധീകരണത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം അദ്ദേഹം അത് പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തൽ ഓഫ് ഹോളിനെസ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. അമേരിക്കയിൽ ജനിച്ച വ്യക്തി, യൂറോപ്പിൽ വന്ന് താമസിച്ച വ്യക്തിയാണ് ഷാമുവൽ ബ്രിങ്കിൾ. ഷാമുവൽ ബ്രിങ്കിളിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. വില്യം ബൂത്തിൻ്റെ വളരെ അടുത്ത ഒരു സഹകാരിയായിരുന്നു. അമേരിക്കയിൽ നല്ല രീതിയിൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഷാമുവൽ ബ്രിങ്കിളിന് തോന്നുന്നത് പരസ്യോഗമാണ് നല്ല പരിപാടി. എനിക്കറിയില്ല, ദൈവാത്മാവ് പിന്നെയും പരസ്യോഗത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഷാമുവൽ ബ്രിങ്കിളിന് ചിലർ ഏറ്റെടുത്തോണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പരസ്യോഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയാതെ, ഉറപ്പിച്ച് പറയാതെ ദൈവം തന്ന ദൂതാന്ന് ഉറപ്പിക്കുക കേട്ടോ. കൺഫർമേഷനായത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. വില്യം ബൂത്ത്, ഷാമുവൽ ബ്രിങ്കിൾ ഇവരൊക്കെ പരസ്യോഗക്കാരായിരുന്നു. ഷാമുവൽ ബ്രിങ്കിൾ PhD ഒക്കെ ബോസ്റ്റൺ തിയോളജിക്കൽ കോളേജിൽ നിന്ന് PhD ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിലെ വലിയ മെത്തഡിസ്റ്റ് ചർച്ചുകളിൽ നിന്ന് ഓഫർ വന്നു പാസ്റ്ററാകാൻ. അദ്ദേഹം തിരഞ്ഞെടുത്തത് അതല്ല, അദ്ദേഹം തിരഞ്ഞെടുത്തത് കവലപ്രസംഗമായിരുന്നു. ഷാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്നത് വലിയ തിയോളജിയൻ, വലിയ എന്താ പറയുന്നത്, മറ്റൊന്നും കൊണ്ടുമല്ല, അദ്ദേഹത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ ശക്തി പ്രവർത്തിച്ചു. അദ്ദേഹം തൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ അസാധാരണമാകുന്ന ശക്തി ഇറങ്ങി വന്നിട്ട് വലിയ സന്തോഷം ഹൃദയത്തിൽ, അങ്ങ് കരകവിഞ്ഞൊഴുകുന്ന സന്തോഷമാണ്. പുള്ളി പറയുന്നു, എനിക്ക് പട്ടിയോടും പൂച്ചയോടും എല്ലാം സ്നേഹം തോന്നിയെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് കേട്ടോ. വഴി കണ്ട് പട്ടിയും പൂച്ചയില് വഴി കൂടെ ഒരു പുഴു എഴഞ്ഞു പോയപ്പോൾ അതിനെപ്പോലും സ്നേഹിക്കാൻ തോന്നിയെന്ന്. അങ്ങനെ സന്തോഷം, അങ്ങനെ അനുഭവമുണ്ടോ? ഹല്ലേലൂയ. വില്യം ബൂത്ത് പറഞ്ഞത് റീച്ച് ഔട്ട് ദ വോസ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടവനെ നീ പോയി കാണണം, ഏറ്റവും നല്ലവനെയല്ല. വഴിക്കടെ പോകുന്ന പുഴുവിനോട് പോലും സ്നേഹം. ഹല്ലേലൂയ. ഏറ്റവും തകർന്നു പോയ വ്യക്തിയോട് പോലും ഒരു അസാധാരണ സ്നേഹം. അത് പരിശുദ്ധാത്മാവിനെ നൽകാൻ പറ്റത്തുള്ളൂ കേട്ടോ. യേശുവിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ യേശുവിൻ്റെ ഹൃദയം നമുക്ക് കിട്ടും. യേശുവിൻ്റെ ഹൃദയം ഉണ്ടെങ്കിലേ ആ സ്നേഹം തോന്നത്തുള്ളൂ. ഷാമുവൽ ബ്രിങ്കിളിൻ്റെ അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞതാ, എനിക്ക് പട്ടിയോടും പുഴുവിനോടും സ്നേഹം തോന്നി, എൻ്റെ ചുറ്റും കണ്ട എല്ലാവരോടും സ്നേഹം തോന്നി. ഭയങ്കര സ്നേഹം അങ്ങ് തോന്നുക. അതെന്താണെന്നറിയാമോ? അകത്തി അകപ്പേലവ് കേറിയതാ, യേശുവിൻ്റെ സ്നേഹം കേറിയതാ. ഓ ഭയങ്കരവാദ. ഹല്ലേലൂയ. ഷാമുവൽ ബ്രിങ്കിൾ കവലപ്രസംഗിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വില്യം ബൂത്തിൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തോട് ചേരണമെന്നുള്ള ആഗ്രഹത്തോട് വില്യം ബൂത്തിൻ്റെ അടുക്കൽ ചെന്നു.
വില്യം ബൂത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വില്യം ബൂത്ത് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കുള്ള വേക്കൻസി ഒന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു, ഇവിടെ നിനക്ക് ഒരു ജോലിയും തരാനില്ലെന്ന് പറഞ്ഞു. അവസാനം ശാമുവൽ ബ്രിങ്കിൾ ചോദിച്ചു, എന്തെങ്കിലും ഒരു പണി ചെയ്താന്ന് ഞാൻ ഇവിടെ നിന്നോളാം. ഇയാളാരാ? വലിയ PhD കാരനാണ് കേട്ടോ, വലിയ ഡോക്ടറൽ സ്റ്റഡീസൊക്കെ ചെയ്ത ആളാണ്. അപ്പം വില്യം ബൂത്ത് കൊണ്ട് ഇവിടെ ഒരു പണിയില്ലെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, ഇവിടെ യോഗത്തിന് വരുന്നവരുടെ ഷൂ ഒക്കെ എടുത്ത് പോളിഷ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, 5-6 വർഷം ആ മനുഷ്യൻ്റെ ജോലി എന്തായിരുന്നെന്ന് അറിയാമോ? അവിടെ വരുന്ന ആളുകളുടെ ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് ഒരു കോർണറിൽ ഇരിക്കുകയായിരുന്നു PhD കാരൻ. 6 വർഷങ്ങൾക്ക് ശേഷം വില്യം ബൂത്ത് നടത്തുന്ന സാൽവേഷൻ ആർമിയുടെ ആനുവൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞ ദേവദാസൻ മെസ്സേജ് അയച്ചു, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. വില്യം ബൂത്ത് ചോദിച്ചു, കർത്താവ് ഇനി ആരാ പ്രസംഗിക്കേണ്ടത്? ഇന്ന് വൈകിട്ട് ആരാ പ്രസംഗിക്കേണ്ടത്? അതിഥി പ്രസംഗകൻ ക്യാൻസൽ ചെയ്തു. കർത്താവ് പറഞ്ഞു, ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വില്യം ബൂത്ത് ചോദിച്ചു, ഞാനാണോ കർത്താവേ? കർത്താവ് പറഞ്ഞു, അല്ല, നീ അല്ലെന്ന് പറഞ്ഞു, മറ്റൊരാളാന്ന് പറഞ്ഞു. അതാരാണ്? ഞാനല്ലാതെ ഇവിടെ ഇനിയും പ്രസംഗിക്കാൻ വേറെ ആരാ? അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ശാമുവൽ ബ്രിങ്കിൾ. ആയത് ഈ ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് ആ മൂലയ്ക്ക് ഇരിക്കുന്ന അവനെ നമുക്ക് ഇന്ന് സ്റ്റേജിൽ പിടിച്ച് കയറ്റാൻ നോക്കുമോ? ലോകം എന്താ ചിന്തിച്ചെന്നറിയാമോ? ഇവൻ ഒരു വിദ്യാഭ്യാസം, അങ്ങനെ ആളുകളുടെ ചിന്ത. ഈ ശാമുവൽ ബ്രിങ്കിളിൻ്റെ ജോലിയും ഈ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരിപ്പും കണ്ടാൽ ആളുകളൊക്കെ ഓർത്തത് ഒരു പണിയും അറിയാത്തോടെ ഇവൻ ഇതൊക്കെ ചെയ്യുന്നതാണ്. PhD കാരന്. അന്ന് രാത്രി ശാമുവൽ ബ്രിങ്കിൾ സ്റ്റേജിൽ നിന്നപ്പോൾ ചരിത്രം പറയുന്നത് ആളുകൾ പാപബോധത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അപ്പോസ്തോൽ ഓഫ് ഹോളിനെസ് എന്നറിയപ്പെട്ടത്, വിശുദ്ധിയുടെ അപ്പോസ്തോലൻ. ഹല്ലേലൂയ. ഓ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണം. അസാധാരണ ആത്മിക മർമ്മങ്ങൾ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന് സംസാരിക്കേണ്ടത്, ഇന്ന് പുരമുകളിൽ ഘോഷിക്കേണ്ടത്. എൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിൽ സ്വപ്നത്തിൽ എൻ്റെ കാതുകളെ തുറക്കണം. കർത്താവ്, ഇന്ന് രാത്രി കർത്താവ്, ഈ ഉപവാസപ്രാർത്ഥന 2ാമത്തെ ദിവസം നിന്റെ ജനവുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ജനത്തിന് വേണ്ടി നൽകിയ ജയിൽ കാമൽക്ക ലഗഷ കമന രാംഷൽ കമന രഗദല ജുബാൽ പംഷൽ കമന രഗദൽ കടഗഷ്. എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ. ചില രാജ്യങ്ങൾക്ക് വേണ്ടി, ലക്സംബർഗ് എന്ന ഒരു രാജ്യത്തിന്റെ പേര് ദൈവാത്മാ പെട്ടെന്ന് എൻ്റെ നാവി തരിക. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചില എക്സ്പാൻഷനുകൾ ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്വർഗത്തിനും ഭൂമിക്ക് അധികാരമുള്ള നിന്റെ ജനത്തിനു വേണ്ടി തുറക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ചില ദേശങ്ങളിലേക്ക് നിങ്ങൾ പോയി പരസ്യമായി ശുശ്രൂഷ ചെയ്യുവാൻ, ചില ദേശങ്ങളിലേക്ക് നിങ്ങൾ പോയി പരസ്യമായി ശുശ്രൂഷ ചെയ്യുവാൻ. മാൽത്തമാശക്കമന കിഴക്കൻ ജർമ്മനിയുടെ ചില സ്ഥലങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ എക്സ്പാൻഷൻ ഉണ്ടാകട്ടെ. ചില തെരുവുകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ യേശുവിൻ നാമത്തിൽ പിടിച്ചെടുക്കുവാൻ. ഹാന്തനെ റംഷൽ കർത്താവെ, വില്യം ബൂത്തിലും ശാമുവൽ ബ്രിങ്കിളിലും ഒക്കെ കർത്താവെ കൊടുത്തൊരു പാഷൻ ഇന്ന് രാത്രി നിന്റെ ജനത്തിന്മേൽ പകരപ്പെടട്ടെ. അവർ സുവിശേഷ രാജ്യത്തിന് വേണ്ടി പാഷൻ ആയിട്ട് നിൽക്കട്ടെ. ആൾമാറിയതുപോലെ അഭിഷേകം വ്യക്തികളെ ആൾമാറിയതുപോലെയാക്കുമെന്ന് ദൈവാത്മാ പറയുക. ആ നിയോഗത്തോടെ കർത്താവ് നിന്റെ ജനത്തെ അയക്കണം. കർത്താവേ, ഓരോ ഐഡിയയിലുള്ള നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. വചനം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്ന് കൽപ്പിച്ച കൽപ്പന പ്രകാരം അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗാത്മാവിനെയും എല്ലാ അന്ധകാരങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. നിന്റെ ജനം സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കുക സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദേവദാസനോട് സഭയോടുള്ള നന്ദി ഒരു പ്രാവശ്യം കൊണ്ട് അറിയിക്കുക. പ്രൈസ് ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വീണ്ടും അനേക ആയിരങ്ങൾക്ക് നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ലോകത്തിന് വെളിച്ചമാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദേവദാസനോട് കേൾക്കുന്ന സാക്ഷി അനേകരുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിൽ അനേകർക്ക് അത് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കാലം പരിശുദ്ധാത്മാ നമ്മളോട് വ്യക്തമായി നമ്മളോട്
സംസാരിച്ചു. ആ കേട്ട ദൂതന്റെ മുമ്പാകെ നമ്മളെ തന്നെ കർത്താവേ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഇനിയും ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവേ സ്തോത്രം. വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. 2 പ്രാവശ്യം കൂടെ ആമേൻ വചനത്തിൽ കൂടെ സംസാരിച്ചു. 2 പ്രാവശ്യം ഈ